പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓരോ ദിനവും നാം ഏവരും അനുഭവിക്കുന്ന സകല നന്മകൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 10-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. പൗലോസ് ധാരാളം കാര്യങ്ങൾ റോമയിലെ ജനതയോടായി ശക്തമായി റോമാലേഖനത്തിലൂടെ സംസാരിക്കുന്നു. പ്രത്യേകിച്ച് നാം ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. സ്നേഹത്തിന് നമുക്കൊക്കെ വേദപുസ്തകപരമായും ജീവിത അനുഭവപരമായും ചുറ്റുപാടുപരമായും സാമൂഹികപരമായും ധാരാളം നിർവചനങ്ങളുണ്ട്. അവരവരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും കണ്ടുകേട്ട് വളരുന്നതും ഒക്കെ അനുസരിച്ച് സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് വ്യക്തമായിട്ടൊരു കാര്യം പറയാണ്: യഥാർത്ഥ സ്നേഹം എന്നത് കൂട്ടുകാരന് ദോഷം ചെയ്യുന്നതല്ല. ഇന്ന് നാം അധിവസിക്കുന്ന ഈ ചുറ്റുപാടിൽ ശരിക്കുമുള്ള സ്നേഹം പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണെങ്കിൽ നമുക്കൊക്കെ വചനം പറയുന്ന സ്നേഹം ഉണ്ടോ? അല്ലെങ്കിൽ നാം നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് സ്നേഹമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നു, മറ്റുള്ളവരുടെ മുൻപാകെ കാണിക്കുന്നു. ഇതല്ലാതെ യഥാർത്ഥ സ്നേഹം നമ്മിലുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ സ്വയം ശോധന ചെയ്യുക. യഥാർത്ഥ സ്നേഹമുള്ളവർ കൂട്ടുകാരന് ദോഷം ചെയ്യുന്നില്ല എന്ന് വചനം പറയുമ്പോൾ ഇന്ന് മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നു, മാതാപിതാക്കൾ മക്കൾക്കെതിരെ തിരിയുന്നു, സഹോദരങ്ങൾ തമ്മിൽ കൊലപാതകത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ പോകുന്നു നീണ്ട നിര. ഞാൻ ഉദ്ദേശിച്ചത് കൂട്ടുകാരന് സ്നേഹം ദോഷം വരുത്തുന്നില്ല എന്ന് വചനം പറയുമ്പോൾ സ്വന്തം മാതാപിതാക്കളും സ്വന്തം സഹോദരങ്ങളും തമ്മിൽ ഇന്ന് ബദ്ധവൈരികളായി തീരുമ്പോൾ നമ്മിൽ യഥാർത്ഥ സ്നേഹമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം ഉയർത്തുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. മാത്രമല്ല, യഥാർത്ഥ സ്നേഹം ന്യായപ്രമാണത്തിൻ്റേത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിക്കുകയായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കൂടെ ഡയമണ്ട് വേഴ്സായി നാം ഒക്കെ വളരെ ഇഷ്ടത്തോടെ ആദരവോട് പറയുന്ന തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിപ്പാൻ. ഒന്നോർത്ത് നോക്കിയേ, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, എന്നെ, തൻ്റെ മക്കളെ സ്നേഹിച്ചതിനാൽ ആ സ്നേഹം പൂർത്തീകരിക്കപ്പെടുവാൻ തൻ്റെ ഓമന കുമാരനെ കൊല്ലുവാൻ, അടിക്കുവാൻ, എറിയുവാൻ, ക്രൂശിൽ യാഗമാക്കുവാൻ പിതാവ് തയ്യാറായി. അങ്ങനെ ന്യായപ്രമാണത്തിൽ എന്ത് പറഞ്ഞോ അത് പൂർത്തീകരിച്ച് കാണിച്ചു. അതുകൊണ്ട് ഓഗസ്റ്റ് മാസം 2-ാം തീയതി ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ സ്നേഹം കപടമുള്ളതാണോ, കാപട്യമുള്ളതാണോ, വാക്കുകൊണ്ടും ശബ്ദം കൊണ്ടും ആംഗ്യം കൊണ്ടും മാത്രമുള്ള സ്നേഹമാണോ,
ഉള്ളിൻ്റെ ഉള്ളിൽ വചനം പറയുന്ന സ്നേഹത്തിൻ്റെ കണികകൾ ഉണ്ടോ? നമ്മൾ വളരെ ഗൗരവമായി ഓർക്കണം. അതെ, ആ സ്നേഹമില്ലായ്മയാണ് ഇന്നത്തെ സകല ദോഷത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും കാരണങ്ങൾ. അതുകൊണ്ട് കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കാത്ത നിർവ്യാജ്യമായ നിഷ്കളങ്കമായ ദൈവകൃപയുടെ പ്രതീകമായ സ്നേഹത്തിൻ്റെ അംശികളാകുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു സ്നേഹം നാം പകരുമ്പോൾ മറ്റുള്ളവർ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ദാതാവായ, അതിൻ്റെ കാരണക്കാരനായ കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയും. മറ്റൊരാൾക്ക് ദോഷം ചിന്തിക്കുവാൻ കഴിയുകയില്ല, ദോഷം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. മറ്റൊരാൾക്ക് വേദന വരുന്നത് നാം സംസാരിക്കത്തില്ല, ചിന്തിക്കത്തില്ല, പ്രവർത്തിക്കത്തില്ല. അതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും ഈ വചനം പറയുന്ന സ്നേഹത്തിൻ്റെ ഭാരവാഹികളാകാം, അതിനെ ചുമക്കുന്നവരാകാം, മറ്റുള്ളവർക്ക് പങ്കിടുന്നവരായി തീരാം. നാം എപ്പോഴും പ്രസംഗങ്ങളും ആരാധനകളും കൂട്ടായ്മകളും ശുശ്രൂഷകളും ഒക്കെ ചെയ്യുന്നവരും പങ്കിടുന്നവരും ഭാഗവക്കാകുന്നവരുമാണ്. നല്ലത് തന്നെ, തുടരുക. എന്നാൽ അതിലുമുപരിയായി യഥാർത്ഥ സ്നേഹം നമ്മിൽ ഉണ്ട് എന്ന് നമ്മുടെ കൂടെയുള്ളവർ തിരിച്ചറിയത്തക്കവണ്ണം നിർവ്യാജ്യമായി സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളോട് കപട സ്നേഹമായിരിക്കാം, മനസ്സിൽ പല ദുർചിന്തകളും ദുരുദ്ദേശങ്ങളും വെച്ചുകൊണ്ടുമായിരിക്കാം. അതൊരു പരിധിയോളം നമുക്ക് അറിയാനും കഴിയും. പക്ഷേ നമ്മൾ യഥാർത്ഥ സ്നേഹം കൊടുക്കുമ്പോൾ ആ സ്നേഹത്തിൽ കൂടെ, അതെ, നന്മയാൽ തിന്മയെ ജയിക്കുവാൻ കഴിയുന്നതിലൂടെ വചനത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുവാൻ ഇടയാകും. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ ഇന്നത്തെ ദിനം പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ജീവിതത്തിൻ്റെതായ വേദനകളും ശോധനകളും പരിശോധനകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ട്. ഇന്നത്തെ ദിവസം നാം അതിജീവിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, പരീക്ഷണങ്ങൾ നമുക്കുണ്ടായേക്കാം. അത് സാമ്പത്തികമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം, ആശുപത്രി സംബന്ധമായിരിക്കാം, വ്യക്തിപരമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. അവിടെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിങ്ങൾക്ക് പരിപൂർണ വിടുതൽ, സൗഖ്യം, സമാധാനം, ആശ്വാസം, നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും പ്രയാസമേറിയ വിഷയത്തിന്മേൽ ഒരു വലിയ വിടുതൽ നൽകി ഇന്നത്തെ ദിനം അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ മറക്കരുത്, കൂട്ടുകാരന് ദോഷം വരുന്നത് ചിന്തിക്കുവാൻ, സംസാരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ പാടില്ല. കാരണം ഞാനും നിങ്ങളും സ്വർഗത്തിലെ സ്നേഹം പച്ചയായി രുചിച്ചറിയുന്നവരാ. ആ രുചിച്ചറിയുന്ന നാം അതിനകത്തിൽ കലർപ്പ് ഒന്നും ചേർക്കാതെ മറ്റുള്ളവർക്കും യഥാർത്ഥ സ്നേഹം കൊടുക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിർവ്യാജ്യ സ്നേഹത്തിൻ്റെയും ദൈവകൃപയുടെയും വിടുതലിൻ്റെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും കാത്ത് പരിപാലിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ തമ്പുരാൻ ഞങ്ങളെ പരിപാലിച്ചു. ഇന്ന് പൗലോസിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയ വലിയ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരന് ദോഷം ചിന്തിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കുന്നുവെങ്കിൽ, ദോഷം സ്വരുക്കൂട്ടുന്നുവെങ്കിൽ ഞങ്ങൾ യഥാർത്ഥ സ്നേഹമുള്ളവരല്ല. ന്യായപ്രമാണത്തിൻ്റെ സ്നേഹത്തെ നിവൃത്തീകരിച്ച് കാണിച്ച യേശുക്രിസ്തുവിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ നിർവ്യാജമായി സ്നേഹിപ്പാൻ, നിഷ്കളങ്കമായി സ്നേഹിപ്പാൻ, ഒരാൾക്കും ദോഷം വരുത്താതെ സ്നേഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സ്വയം ശോധന ചെയ്ത് കുറവുകളെ കണ്ടെത്തി യഥാസ്ഥാനപ്പെട്ട് ദൈവകൃപയോടെ ജീവിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ,
ഈ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമകളായി നാം തീരുക. മറ്റുള്ളവരെ ആ സ്നേഹത്തിലേക്ക് ആനയിക്കുക. എങ്ങനെ? കൂട്ടുകാരന് ദോഷം വരാതെ ആ വ്യക്തിയെ, ആ കുടുംബത്തെ കരം കൊടുത്ത് സ്നേഹിക്കുമ്പോൾ അവർ ആ സ്നേഹദാതാവായ യേശുവിനെ തിരിച്ചറിയും. അങ്ങനെ നന്മയുടെ അംശികളായി മറ്റുള്ളവർക്ക് ദൈവകൃപയുടെ പൂർത്തീകരണമായി തീരുവാൻ ഇന്നത്തെ ദിനം സർവശക്തനായ ദൈവം ഇടയാകട്ടെ. ജീവജനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.